بالقرآن ترنم يدفع عنا نار جهنم أول حرف يملي أجر في الأرواح تنسم أجر في الأرواح تنسم يمنحنا عزا لا يخفو ويجرد سيفا لا يهزم تجلى نور فؤادي ماذا يشد القلب المغرم صلى الله عليه وسلم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. السلام عليكم ورحمة الله وبركاته. ഗവേർച്യൂ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തഹ്ഫീദുൽ ഖുർആൻ വീക്ക്ലി ഔലാദ് സെക്ഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ മുസാബഖ അത്തമയ്യുസിന്റെ അവസാന ഘട്ട മത്സരത്തിനാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസമായി നടന്നു വരുന്ന മത്സരത്തിൽ 56 വിദ്യാർത്ഥികൾ പങ്കെടുത്തതിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ മത്സരിച്ച് ടോപ്പ് വന്ന 19 വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ മത്സരിക്കാൻ പോകുന്നത്. ഈ കാലത്തെ മറ്റ് കൗമാരക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിച്ച് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനായി പരിശ്രമിക്കുന്ന ഈ മക്കൾ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. അള്ളാഹു ഈ പരിപാടിയെ അനുഗ്രഹീതമാക്കുകയും നമ്മുടെ പരിശ്രമങ്ങളെ സ്വീകരിക്കുകയും ഈ ജീവിതത്തിലും മറുജീവിതത്തിലും ഖുർആൻ നമ്മുടെ കൂട്ടായി ഉണ്ടാവുമാറാകട്ടെ. ആമീൻ. Assalamu alaikum wa rahmatullahi wa barakatuh. Virtue Online Institute's Tahfidul Quran Weekly Awlad section has brought us all together today for the Musabaqa At-Tamayyuz. This meaningful event celebrates the dedication, discipline, and remarkable talent of our young learners, teens who choose to devote their time to the Quran rather than being drawn only to worldly entertainment. Their commitment, hard work, and love for the Quran shine brightly as they reach this inspiring milestone. May Allah make this event blessed, accept our efforts, and make the Quran a companion in this life and the next. Amen. ജസാക്കല്ലാഹ് ഖൈർ. ഗവേർച്യൂ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടറും സിഇഒയുമായ അൽ ഹാഫിദ് ഇർഷാദ് മുഅല്ലിമിനെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനും
2 വാക്ക് സംസാരിക്കാനുമായി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله ثم الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اللهم ألهمنا مراشد أمورنا وعادنا من شرور أنفسنا من سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. الله أكبر. سبحان الله. ജസാക്കുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ ഒരു പുലരി പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സുബഹി കഴിഞ്ഞ് എല്ലാവരും, ചില ആളുകൾ ഉറങ്ങുന്ന സമയമായിരിക്കാം, ചില ആളുകൾ മറ്റുള്ള ചുറ്റുപാടുകളിലേക്ക് പോകുന്ന ഒരു ടൈമിൽ പരിശുദ്ധമായ ഖുർആനോട് ചേർത്ത് പിടിച്ച്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഒരു സെക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മജ്ലിസുകളും അള്ളാഹുവിന്റെ അടുത്ത് എത്രത്തോളം സ്വീകാര്യമായിട്ടുള്ള മജ്ലിസാണെന്നുള്ളത് നമുക്കറിയാം. ഞാനിപ്പോ ഒരു വീട്ടിൽ നിന്നും നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന വഴി ഒരുപാട് ചെറിയ മക്കളെ കണ്ടു. 10, 15, 14, 16 വയസ്സുള്ളവര്, 20, 21 വയസ്സുള്ളവര്, ഓരോ അങ്ങാടിയിലും അവരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം, എത്ര ആവേശത്തോട് കൂടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓരോ അങ്ങാടിയിൽ പോകുമ്പോഴും കുട്ടികളൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിറകിൽ ഉള്ള ഒരു പരിശ്രമമൊക്കെ ആയിട്ട് അവരെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഈ ഒരു മീറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു മത്സരത്തിന്റെ ഈ ഒരു സദസ്സിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈ ഒരു ആൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികൾ പരിശുദ്ധമായ ഖുർആന്റെ വഴിയിലേക്ക് ഒരു ഓൺലൈൻ സംവിധാനത്തിൽ കിട്ടിയിടുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ ത്യാഗം സഹിച്ച്, അല്ലെങ്കിൽ ത്യാഗത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ മറ്റുള്ളവരൊക്കെ പല രീതിയിൽ ഈ ഒരു സമയത്ത് കളിക്കുന്നവരുണ്ടാവും. ഫുട്ബോൾ കളി അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മക്കൾ, സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും പരിശുദ്ധമായ ഖുർആൻ പാരായണവും അതിന്റെ ഹിഫ്ളും അതുമായി ബന്ധപ്പെട്ട എന്ത് മത്സരമാണെങ്കിലും അതിന്റെ സദസ്സാണെങ്കിലും അതിനൊക്കെ തന്നെയും നമുക്ക് എല്ലാവർക്കും തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതിനേക്കാൾ പ്രതിഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഷാ അള്ളാഹ് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഔലാദിന്റെ സെക്ഷൻ ഹെഡ് നേറ മൗലിമ, അതുപോലെ തന്നെ ജഡ്ജസ്മാരായിട്ടുള്ള ഉസ്താദുമാര്, അൽഹംദുലില്ലാ, നിഹാൽ മുഅല്ലിം, അതുപോലെ തന്നെ ആസിം മുഅല്ലിം, എല്ലാവരും, അതുപോലെ തന്നെ ഇതിന് മത്സരിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റുള്ള എല്ലാ മുഅല്ലിമമാരും, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, എല്ലാവർക്കും ഇവിടെ ഒരു നിയ്യത്ത് അല്ലെങ്കിൽ ഒരു ഇഖ്ലാസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അള്ളാഹുവിന്റെ അടുത്ത് ഓരോ ഹർഫിനും നമ്മൾ എത്രത്തോളം പ്രതിഫലം ലഭിക്കും എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മാഹൗലില് നമ്മൾ വേറിട്ട് നിന്ന് പരിശുദ്ധമായ ഖുർആന്റെ വഴിയിൽ അതിൽ ഇൻവോൾവ് ആവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ജസാക്കുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാവരും നല്ല ആവേശത്തോട് കൂടിയിട്ട് മത്സരിച്ച് ജയിച്ചോ തോറ്റോ, അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ തേർഡ് കിട്ടിയോ എന്നുള്ളതല്ല, ആ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ മത്സരിക്കുക. എല്ലാവരും ഫസ്റ്റ് കിട്ടണം എന്നുള്ള മൈൻഡിൽ മത്സരിക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്തുകൊണ്ട് ഈ ഒരു സദസ്സ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. ബറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ മുസാബഖ ജഡ്ജ് ചെയ്യുന്ന അൽ ഹാഫിദ് ആസിം മുഅല്ലിമും അൽ ഹാഫിദ് നാദിൽ മുഅല്ലിമിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജഡ്ജിങ്ങിനെ പറ്റി സംസാരിക്കാനായി അൽ ഹാഫിദ് ആസിം മുഅല്ലിമിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن شاء الله ഇന്നത്തെ മുസാബഖയുടെ ഇൻസ്ട്രക്ഷൻസ് പങ്കുവരാം. ഇൻഷാ അല്ലാഹ്. ഒരു സ്റ്റുഡന്റിന് 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്.
അതില് 6 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും 100 മാർക്സ് വെച്ചിട്ടായിരിക്കും. അതില് 4 ക്വസ്റ്റ്യൻസ് അക്കൗണ്ടില്, 2 ക്വസ്റ്റ്യൻസ് ബാഗായിരിക്കും. ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നത് സ്റ്റുഡൻസിന് സെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്സ് വരികയാണെങ്കിൽ ബെല്ല് റിംഗ് ചെയ്യുന്നതായിരിക്കും. സ്റ്റുഡൻസ് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലും സ്റ്റുഡൻസിന് ബെല്ലിനോട് ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറയാവുന്നതാണ്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് മോർണിംഗ് സെഷനിൽ നമ്മളെ ഫസ്റ്റ് കാറ്റഗറി ഹാമീം ജ്യൂസ് 1 ജ്യൂസ് കാറ്റഗറി കോമ്പറ്റീഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ചെസ് നമ്പർ വിളിക്കാം. ചെസ് നമ്പർ 1 AB001. السلام عليكم ورحمة الله وبركاته. സ്റ്റാർട്ട് ചെയ്തോ. ഇതില് ഫസ്റ്റ് ഒരു സെറ്റ് ചൂസ് ചെയ്യാൻ ആൽഫബറ്റ് എ മുതൽ ഐ വരെയുള്ള ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ചൂസ് ചെയ്യാൻ. A. സെറ്റ് ചെയ്യാല്ല പറഞ്ഞത്. ഓക്കെ, തുടങ്ങല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓതുന്ന ആയത്തിന്റെ ശേഷമുള്ള ആയത്താണ് ഓതുന്നത് കേട്ടോ. മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أعوذ بالله من الشيطان الرجيم. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. Okay. Next question. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم
വല്ലാഹു ഗഫൂറുർ റഹീം. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. ഓക്കെ 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 ഇനിയുള്ള ക്വസ്റ്റ്യന് മാ ഖബലയാണ് കേട്ടോ. ومغانم كثيرة يأخذونها